സത്യത്തില് ഞെട്ടി വിറച്ചുപോയി കേട്ടോ അനുമോള്. ലാലേട്ടൻ അനുമോളുടെ കൈ പിടിച്ചുയർത്തിയപ്പോ എനിക്ക് തോന്നുന്നു ഈ സീസണിലെ ബ്യൂട്ടിഫുൾ മൊമെന്റ്സിൽ ഒന്നാണ്. നമ്മൾ ഈ സീസണെ മൊത്തത്തിൽ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഏകാന്തത താണ്ടി ജയിച്ച, പ്രതിസന്ധികളെ തരണം ചെയ്തു വന്ന, ഒരുപക്ഷെ വിന്നറാകാൻ ഏറ്റവും അർഹതയുള്ള കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു അനുമോൾ. അനീഷ് ഒരു മോശം മത്സരാർത്ഥിയാണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല. പക്ഷെ അനീഷ് കളിച്ച ഗെയിമിനേക്കാൾ കൂടുതൽ അവിടെ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നതും പ്രശ്നങ്ങളിൽ അകപ്പെട്ടതും അതിനെയൊക്കെ തരണം ചെയ്ത് നിന്നതും അനുമോളാണ്. എനിക്ക് തോന്നുന്നു ലാലേട്ടന്റെ അടുത്ത് നിന്ന് ഈ സീസണിൽ ഇത്രയും വഴക്ക് കേട്ട വേറൊരു മത്സരാർത്ഥി കാണില്ല. സത്യത്തിൽ ലാലേട്ടൻ അനുമോളിനെ അടുത്ത് നിൽക്കുമ്പോൾ ഇമോഷണൽ ആവുന്ന പോലെ എനിക്ക് തോന്നി വീട്ടിനകത്തിരിക്കുമ്പോഴും. അനുമോളുടെയും അതുപോലെ അനീഷിന്റെയും ഒക്കെ വീഡിയോ ചെയ്ത് പ്ലേ ചെയ്ത് കാണിച്ചല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അനീഷിന്റെയും നന്നായിരുന്നു, അനുമോളുടെയും നന്നായിരുന്നു. കാരണം എത്രയോ ഇമോഷണൽ ആയിട്ടുള്ള ഘട്ടങ്ങളിലൂടെയാണ് ഇവരൊക്കെ കടന്നുപോയത്. ഷാനവാസിന്റെയും അടിപൊളിയായിരുന്നു കേട്ടോ. ഇന്ന് പ്ലേ ചെയ്ത വീഡിയോസ് എല്ലാം ഇവൻ അക്ബർ ആയിക്കോട്ടെ, നെവിൻ ആയിക്കോട്ടെ, എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. ഈ സീസണിൽ ടോപ്പ് 5 എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആഗ്രഹിച്ച ഡിസർവിംഗ് ആയിട്ടുള്ള ആൾക്കാർ വന്നു എന്നുള്ളത്. ഇപ്പോൾ നൂറെ ഡിസർവിംഗ് ആണെന്ന് പലരും പറയുന്നുണ്ട്, ആണ്. പക്ഷെ എന്നാലും ഇപ്പൊ ഈ നിൽക്കുന്ന 5 പേരുണ്ടല്ലോ, ഒരാളെ പോലും മാറ്റി നിർത്തിയിട്ടൊരു ടോപ്പ് 5 വേറൊരാളെ കൊണ്ടുവരുന്നത് ചിന്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ. അത്രയും അവർ ഡിസർവിംഗ് ആണ്. ഇനിയും അനുമോളുടെ കേസ് പറഞ്ഞാൽ എല്ലാവരും അനീഷ് ജയിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണല്ലോ. അപ്പൊ അനുമോളുടെ പേര് പറഞ്ഞപ്പോൾ അനുമോൾ സത്യത്തിൽ ഞെട്ടിപ്പോയി, ശരിക്കും ഞെട്ടിപ്പോയി. അത് ആ മുഖത്തായ ഒരു എക്സ്പ്രഷൻ കാണാം. തീർച്ചയായിട്ടും ഡിസർവിംഗ് ആണ്. ഓഡിയൻസിന്റെ തെരഞ്ഞെടുപ്പുകൾ തെറ്റാറില്ല. നമ്മൾ എപ്പോഴും ബിഗ് ബോസിൽ പറയുന്നത് ഇവിടെ ആര് ജയിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഇതിന്റെ പ്രേക്ഷകരാണ്. ഒരട്ടിമറിയും ആ കാര്യത്തിൽ ഈ ഷോയിൽ നടക്കില്ല. ജനങ്ങൾ തീരുമാനിക്കുന്ന ആള് ഈ ഷോയിൽ വിന്നറാവും. ഇത്രയും കാലവും അങ്ങനെ തന്നെയാണ്, ഇനിയും അങ്ങനെ തന്നെയാകുമെന്ന് ഉറപ്പുണ്ട്. ലാലേട്ടൻ പറഞ്ഞതുപോലെ സീസൺ 8 വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. 8ന്റെ പണിക്കായി.